നമുക്കൊന്നൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയാലോ? ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ആവി കയറ്റി എടുത്ത കോളിഫ്ലവർ, ആവി കയറ്റിയ ഉരുളൻകിഴങ്ങ്, ഇതെല്ലാം പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ക്യാരറ്റ് വേണം, 2 സവാള, ഒരു ക്യാപ്സിക്കം, ആവി കയറ്റിയ തക്കാളി, മല്ലിയില, പച്ചമുളക്, പിന്നെ നമ്മൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള കോൺഫ്ലവർ, ഓൾ സ്പൈസസ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ തേങ്ങയുടെ 1-ാം പാല്, പെരിഞ്ജീരകത്തിന്റെ പൊടി, ഗരം മസാല പൊടി, ചെറിയ ജീരകത്തിന്റെ പൊടി, ഇതെല്ലാം പൊടിച്ചതാണ്. ഇനി നമുക്ക് കോളിഫ്ലവറും മസാല പുരട്ടി ഫ്രൈ ചെയ്തെടുക്കണം. പുഴുങ്ങിയ ഉരുളൻകിഴങ്ങാണ്. അത് നമ്മൾ കുഴച്ചെടുത്ത് ഒരു ബോൾ ടൈപ്പ് ആക്കും. ആദ്യം പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ശകലം ഇട്ടു. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു സാധനം ഉണ്ട് കേട്ടോ, ഉപ്പിന്റെ എണ്ണയുടെയും കാര്യം പറഞ്ഞു, ഉപ്പിട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും കാര്യം പറയണം, മറന്നുപോയി. അതിലേക്ക് നമുക്കൊരു മൈദയും കൂടി ഇടാം, ഒരു ശകലം അരിപ്പൊടിയും കൂടി. ഇതിലേക്കൊരു ശകലം പെരിഞ്ജീരകത്തിന്റെ പൊടി ഇടാം, ഓറ് വേണ്ട, ഒരു ശകലം ജീരകത്തിന്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുത്തിരിക്കുന്ന ശകലം മല്ലിയിലയും കൂടെ ഇട്ടു. നമുക്കിനി ആലു നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കാം. ആലു നല്ല വൃത്തിയായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ബോളാക്കി, ചെറിയ ബോളുകളാക്കി എടുക്കാം. അപ്പൊ നമ്മൾ ഇത് മൊത്തം ബോൾ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി കോളിഫ്ലവറിന് വേണ്ടിയുള്ള മസാല ശരിയാക്കാം. കോൺഫ്ലവർ ഇട്ടു, മൈദ, ലേശം അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പെരിഞ്ജീരകത്തിന്റെ പൊടി, സാദാ ജീരകത്തിന്റെ പൊടി, ശകലം മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓവർ വെള്ളം വേണ്ട, എല്ലാം മിക്സ് ചെയ്തെടുത്തു. മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഇതാണ് നമുക്ക് മസാല പുരട്ടി. നമ്മുടെ കോളിഫ്ലവർ എല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഇങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കോരിയെടുക്കാം. അടുത്ത ബാച്ച് ഇടാം. അടുത്ത ബാച്ച് ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫ്രൈ ആയിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ബോളിടാം. ഇത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണല്ലോ. നമ്മൾ ആ ബോളൊക്കെ തിരിച്ചിട്ടു. അപ്പം നമ്മുടെ ബോളെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. ഇപ്പോഴും നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി സവാള, ക്യാരറ്റ്, സവാളയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കവും പച്ചമുളകും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി, ഇത്ര സമയമായിട്ട് ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ശകലം മുളക് പൊടി, ശകലം ഗരം മസാല, പെരിഞ്ജീരകം പൊടിച്ചത്, നമ്മുടെ സാദാ ജീരകം പൊടിച്ചത്. ഇനി നമുക്ക് ഇതിനകത്ത് ശകലം ഉപ്പിടാം. നമ്മൾ മറ്റെല്ലാം ഫ്രൈ ചെയ്യാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. എരി നമ്മൾ ആവശ്യത്തിനാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ എരി എത്ര നമുക്കറിയാമല്ലോ. ഇതിലേക്ക് നമുക്ക് ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഫ്രൈ ഒഴിച്ച് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. ശകലവും കൂടെ നമുക്ക് ചൂടുവെള്ളം. ഇതിലേക്ക് നമുക്ക് കസ്തൂരി മേത്തി ഇടാം. ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ വെച്ചേക്കുന്ന 1-ാം പാലില്ലേ, 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കാം. 2 മിനിറ്റ് ഒന്നും വേണ്ട. അപ്പം നമ്മുടെ കോളിഫ്ലവർ കുറുമ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.